ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ആരോഗ്യരംഗത്ത് ആശ്വാസമായി സന്നിധാനം ആയുർവേദ ആശുപത്രി. മണ്ഡലകാലത്ത് മാത്രം 47,000-ഓളം പേർക്കാണ് ഇവിടെ ചികിത്സ ലഭ്യമാക്കിയത്. മല കയറി വരുന്ന അയ്യപ്പന്മാർ പേശിവലിവ്, പനി, ചുമ, കഫക്കെട്ട് തുടങ്ങിയ പ്രശ്നങ്ങളുമായാണ് ആയുർവേദ ആശുപത്രിയിലെത്തുന്നത്. പേശിവലിവുമായി എത്തുന്നവർക്ക് അഭ്യംഗം ഉൾപ്പെടെ പലവിധ ആയുർവേദ ചികിത്സകൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. കഫക്കെട്ടുള്ളവർക്ക് സ്റ്റീമിംഗ്, നസ്യം തുടങ്ങിയ ചികിത്സകളും നൽകുന്നുണ്ട്. മകരവിളക്ക് മഹോത്സവ ദിനങ്ങളിലേക്ക് ആയുർവേദ ആശുപത്രി കൂടുതൽ മരുന്നുകൾ സംഭരിക്കുന്നുണ്ടെന്നും പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള മരുന്ന് വിതരണമാണ് ആശുപത്രി പിന്തുടരുന്നതെന്നും പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഡോക്ടർ മനേഷ് കുമാർ അറിയിച്ചു. ഏകദേശം 41 ദിവസത്തെ മണ്ഡലകാലം പൂർത്തിയായപ്പോൾ 47,000-ഓളം അയ്യപ്പ ഭക്തരെയും രോഗികളെയും നമ്മളിവിടെ ചികിത്സ നൽകാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ എത്തിച്ചേരുന്നത് മല കയറി വരുന്ന അയ്യപ്പന്മാർക്കുണ്ടാകുന്ന പേശിവലിവ്, അതുപോലെ തന്നെ ഇവിടെ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള ദേവസ്വം സ്റ്റാഫിനും പോലീസ് അയ്യപ്പന്മാർക്കുമൊക്കെ ഉണ്ടാകുന്ന പനി, ചുമ, കഫക്കെട്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നമ്മുടെ ആശുപത്രിയിൽ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഇനി മകരവിളക്കിനായിട്ട് കൂടുതൽ മരുന്നുകൾ നമ്മളിവിടെ സംഭരിക്കുന്നുണ്ട്. അടുത്ത 2 ദിവസത്തിനകം കൂടുതൽ മരുന്നുകൾ സന്നിധാനത്ത് എത്തിച്ചേരുന്നതാണ്. ഔഷധിയാണ് മരുന്നുകൾ നൽകുന്നത്. ISM ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നാഷണൽ ആയുഷ് മിഷനിൽ നിന്നും കൂടുതൽ ജീവനക്കാർ വരും ദിനങ്ങളിൽ സന്നിധാനത്ത് എത്തിച്ചേരും. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.